നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് മെഡിക്കൽ എക്സാം 20 ലക്ഷം കുട്ടികൾ മെയ് 7 പരീക്ഷാ ഹാളിലേക്ക്. കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ വെരിഫിക്കേഷൻ മെയ് 2 വരെ. ഫോട്ടോ, സിഗ്നേച്ചർ, നെയിം എന്നിവ പരിശോധിക്കുവാൻ അവസരം. ജെഇ മെയിൻ 2023 ഫലപ്രഖ്യാപനം ഉടൻ. jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ. കേരളത്തിൽ നിന്ന് ഇത്തവണയും ഉയർന്ന റാങ്കുകൾക്ക് സാധ്യത. ജെഇ അഡ്വാൻസ്ഡ് എക്സാം ജൂൺ 4. യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കേണ്ട തീയതി ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ. വെല്ലൂർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചു. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ആഷിഖ് സ്റ്റെനി ഓൾ ഇന്ത്യ റാങ്ക് 4 കരസ്ഥമാക്കി. കുസാറ്റ് ബിടെക് എൻട്രൻസ് എക്സാം മെയ് 3, 4, 5 തീയതികളിൽ. അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. CMC ലുധിയാന ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ MBBS BDS പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. എയിംസ് BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷാ തീയതികളിൽ മാറ്റം. ജൂൺ 12 പുതുക്കിയ തീയതി. 2022 സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധന 5.76% മാത്രം. കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയവർക്ക് വാർഷിക ഫീസ് 7.5 ലക്ഷം. നേറ്റയുടെ രണ്ടാമത്തെ ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ജൂൺ 3 മാറ്റി. അപേക്ഷ മെയ് 22 വരെ. കേരള BSc നഴ്സിംഗ് പ്രവേശനത്തിനായി പ്രത്യേക പ്രവേശന പരീക്ഷ വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് നഴ്സിംഗ് കൗൺസിൽ. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി മറൈൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 10. വാർത്തകൾ വിശദമായി. നീറ്റ് എക്സാം 20 ലക്ഷം കുട്ടികൾ മെയ് 7 പരീക്ഷാ ഹാളിലേക്ക്. കേരളമടക്കം 500ഓളം പരീക്ഷാ കേന്ദ്രങ്ങൾ. 15 കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് പുറത്തും. അഡ്മിറ്റ് കാർഡുകൾ മെയ് 1 neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അഡ്മിറ്റ് കാർഡും ഒരു വാലിഡ് ID പ്രൂഫും സഹിതം മെയ് 7 ഉച്ചയ്ക്ക് 1:30 മുമ്പായി എക്സാം ഹാളിൽ പ്രവേശിച്ചിരിക്കണം. 2 മണി മുതൽ 5:20 വരെയാണ് പ്രവേശന പരീക്ഷ. 200 ചോദ്യങ്ങളിൽ 180 ശരിയായ ഉത്തരങ്ങളാണ് കുട്ടികൾ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യേണ്ടത്. ജൂൺ 15 ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കാം. നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് അനുസരിച്ചായിരിക്കും MBBSന്റെയും BDSന്റെയും ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്നിവ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് രീതിയിൽ നടത്താനാവുമോ എന്നത് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധിച്ചു വരുന്നു. കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതേണ്ട കുട്ടികൾക്കും MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിനും BPharm, ആർക്കിടെക്ചർ എന്നീ കോഴ്സുകളുടെ പ്രവേശനത്തിനായും അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഫോട്ടോ, ഒപ്പ്, പേര് എന്നിവ കേരള എൻട്രൻസ് കമ്മീഷണർ പരിശോധന പൂർത്തിയാക്കി കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഫോട്ടോയും ഒപ്പും കൃത്യതയില്ലാത്തവർക്കെല്ലാം ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടലിൽ മെമ്മോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപാകതയുള്ളവർക്ക് മെയ് 2 മുമ്പ് പുതുക്കിയ നല്ല വ്യക്തതയുള്ള ഇമേജുകൾ അപ്ലോഡ് ചെയ്യുവാൻ അവസരം ലഭിക്കും. ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ക്ലാസ് 10ന്റെ മാർക്ക് ലിസ്റ്റിലെ പേരും വ്യത്യസ്തമായവർക്കും മെമ്മോ അയച്ചിട്ടുണ്ട്. മെയ് 5 ശേഷം എഞ്ചിനീയറിംഗിന്റെയും BPharmന്റെയും അഡ്മിറ്റ് കാർഡുകൾ പ്രസിദ്ധപ്പെടുത്തും. ഏപ്രിൽ 17 ഇവയുടെ പ്രവേശന പരീക്ഷ. അപേക്ഷകൾ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ മെയ് മാസം അവസാനത്തോടെ മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ. MBBS, BDS, അഗ്രികൾച്ചർ എന്നിവ ഉൾപ്പെടുന്ന കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിന് കീമിന് ഇതുവരെയും അപേക്ഷിക്കാത്തവർക്കും രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ പൂർത്തിയാകാത്തവർക്കും നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം മെഡിക്കലിന് അപേക്ഷിക്കുവാനായി വീണ്ടും അവസരം ലഭിക്കും. നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം റിസൾട്ട് കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ സമർപ്പിച്ച് എല്ലാവരും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും വേണം. ജെഇ മെയിൻ 2023 ഫലപ്രഖ്യാപനം ഉടൻ.
jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ IIT പ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്നവരെയും NIT, IIIT പ്രവേശനത്തിലുള്ള JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്കും ഇതിലൂടെ ലഭ്യമാകും. NIT, IIIT സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശന നടപടികൾ ജൂൺ 19 josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുകയും ചെയ്യും. JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം ജൂൺ 4 യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കേണ്ട തീയതി ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ. വെബ്സൈറ്റ് jeeadv.ac.in. ജൂൺ 18 JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. IITകളിലോട്ടുള്ള സീറ്റ് അലോട്ട്മെന്റും ജൂൺ 19 josa.nic.in എന്ന വെബ്സൈറ്റ് വഴി തന്നെ ആരംഭിക്കുകയും ചെയ്യും. കുസാറ്റ് BTech എൻട്രൻസ് എക്സാം മെയ് 3, 4, 5 തീയതികളിൽ. അഡ്മിറ്റ് കാർഡുകൾ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷ നടക്കുന്ന ദിവസവും റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും പരീക്ഷാ സെന്ററിന്റെ കൃത്യമായ അഡ്രസ്സും മനസ്സിലാക്കി പരീക്ഷാ സമയത്തിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും സഹിതം ഈ ഓൺലൈൻ എക്സാമിന് ഹാജരാകാം. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 10 നടക്കുന്ന പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. +2 പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ 39 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സേവന പാരമ്പര്യവുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം. അതെ, 21 കേരള ഫസ്റ്റ് റാങ്കുകൾ സൃഷ്ടിച്ച ബ്രില്യൻ സ്റ്റഡി സെന്റർ 2024 അധ്യയന വർഷത്തെ റിപ്പീറ്റേഴ്സ്, നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ആരംഭിച്ചിരിക്കുന്നു. വെബ്സൈറ്റിലെ സ്റ്റുഡന്റ് പോർട്ടലിലൂടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓൺലൈൻ, ഓഫ്ലൈൻ കോച്ചിങ്ങുകൾ ലഭ്യമാണ്. ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെന്റിലൂടെ അഡ്മിഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. +2 മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷമായിരിക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ. പഠിക്കാൻ ആഗ്രഹമുണ്ടോ, കഴിവുണ്ടോ എങ്കിൽ സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന കാരണത്താൽ പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ട ഒരാളും ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ ഉണ്ടാവില്ല. ബ്രില്യന്റ് എന്തും വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ. അതാണ് കഴിഞ്ഞ 39 വർഷത്തെ ചരിത്രം. ഈ വർഷം 3000-ലധികം വിദ്യാർത്ഥികൾക്കാണ് ബ്രില്യൻ സ്റ്റുഡന്റ് മൈത്രി പ്രോഗ്രാമിലൂടെ ബ്രില്യന്റ് പൂർണ്ണമായും സൗജന്യമായി പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ് റൂമും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ലേണിംഗ് ആപ്പും എന്നിവയെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. So don't miss this golden opportunity. റിപ്പീറ്റേഴ്സ്, നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി സന്ദർശിക്കുക brilliantpala.org. CMC ലുധിയാന ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ 2023-24 MBBS BDS പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. മെയ് 15 അവസാന തീയതി. CMC ലുധിയാന വെബ്സൈറ്റ് വഴി സർവീസ് എഗ്രിമെന്റ് ഫോം ഡൗൺലോഡ് ചെയ്യുകയും ഓതറൈസിംഗ് സിഗ്നേച്ചർ സഹിതം ബൈബിൾ ടെസ്റ്റിന് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണം. ഈ ഫോമും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, പാസ്റ്റർ സർട്ടിഫിക്കറ്റ് സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 6 ലക്ഷത്തിന് മുകളിലായിരിക്കും വാർഷിക ഫീസ് CMC ലുധിയാനയിലെ MBBS സീറ്റുകൾക്ക്. CMC ലുധിയാനയിലെ MBBS BDS പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഫരീദാബാദ് യൂണിവേഴ്സിറ്റിയുടെ bfuhs.ac.in എന്ന വെബ്സൈറ്റിൽ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും വേണം. മൊത്തം 100 സീറ്റുകളുള്ള CMC ലുധിയാന മെഡിക്കൽ കോളേജുകളിലെ 5 സീറ്റുകളാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം നോക്കാതെ ഓപ്പൺ കാറ്റഗറിയിൽ എല്ലാ വിഭാഗത്തിനുമായി നീക്കിവെച്ചിരിക്കുന്നത്.
8 സീറ്റുകളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനായി CMC ലുധിയാനയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 850 BSc നഴ്സിംഗ് സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷാ തീയതിയിൽ മാറ്റം. ജൂൺ 12-നാണ് പുതുക്കിയ തീയതി. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് മെയ് 27-ആണ് പ്രവേശന പരീക്ഷ. പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന എയിംസിലെ BSc നഴ്സിംഗിനുള്ള ഓൺലൈൻ അപേക്ഷകളുടെ ബേസിക് രജിസ്ട്രേഷൻ aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ ഏപ്രിൽ 20-ന് അവസാനിച്ചിരുന്നു. ജൂൺ 3-ന് പരീക്ഷ നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുന്ന എയിംസ് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്തുകയും അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിലൂടെയുമാണ് 800 സീറ്റുകളും എയിംസ് BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയവരുടെ MBBS വാർഷിക ഫീസ് 11 ലക്ഷമാക്കുകയില്ല. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധന 5.76% മാത്രം. 2022-23 അധ്യയന വർഷത്തെ വാർഷിക ഫീസ് 11 ലക്ഷമാക്കി ഉയർത്തണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം ഫീസ് നിർണയ സമിതി തള്ളിക്കളഞ്ഞു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ വാർഷിക ഫീസ് 5.76% മാത്രം വർധന വരുത്തി ഉത്തരവിറക്കുകയും ചെയ്തു. മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയവരുടെ ഫീസ് സമാന വർധനവ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ട്യൂഷൻ ഫീസ് ഇനത്തിൽ 40,022 രൂപയുടെ വർധന വരുത്തി 7 ലക്ഷം രൂപയായിരിക്കും ഇനി മുതൽ ഈ കോളേജിലെ വാർഷിക ഫീസ്. എന്നാൽ NRI ഫീസിൽ മാറ്റം വരുത്തിയിട്ടില്ല, 20 ലക്ഷമായി തുടരുകയും ചെയ്യും. നീറ്റ് 2023-ന് 20,84,000 ഓൺലൈൻ അപേക്ഷകൾ. കഴിഞ്ഞ വർഷത്തേക്കായാലും 2 ലക്ഷം അപേക്ഷകളാണ് ഈ വർഷം കൂടിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും അപേക്ഷകരുടെ എണ്ണത്തിൽ 20% മുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 7-ന് നടക്കുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ മെയ് 1-ന് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. നേറ്റയുടെ 2ാമത്തെ ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ജൂൺ 3-ലേക്ക് മാറ്റി. മെയ് 22 വരെ neta.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോളേജുകളിലെ ആർക്കിടെക്ചർ പ്രവേശനത്തിന് അടിസ്ഥാന പ്രവേശന പരീക്ഷ നടത്തുന്നത് നേറ്റയാണ്. ഓരോ വർഷവും നേറ്റ 3 അഭിരുചി പരീക്ഷകളാണ് ഓൺലൈനായി നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാർക്കും +2-ന്റെ മാർക്കും പരിഗണിച്ചാണ് ആർക്കിടെക്ചർ പ്രവേശനം. ഈ വർഷത്തെ ആദ്യ പരീക്ഷ ഏപ്രിൽ 22-ന് നടന്നു. ജൂൺ 3, ജൂലൈ 9 എന്നീ ദിവസങ്ങളിലാണ് 2ഉം 3ഉം ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ. കേരള BSc നഴ്സിംഗ് പ്രവേശനത്തിനായി പ്രത്യേക പ്രവേശന പരീക്ഷ വേണ്ടെന്ന് കേരള ആരോഗ്യ വകുപ്പ്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് എക്സാം നടത്തണമെന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം ഈ വർഷം നടപ്പാക്കേണ്ടതില്ലെന്നാണ് കേരള ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചേക്കാമെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗം പ്രതികരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുവാനും ജോലി ലഭിക്കാതിരിക്കാനും ഇത് വഴിവെച്ചേക്കാം. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് നടത്തുമ്പോഴാണ് കേരളം വിട്ടുനിൽക്കുന്നത്. സംസ്ഥാനത്ത് 130 നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് 7 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 100% സീറ്റും കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് LBS കേരള എന്ന വെബ്സൈറ്റ് വഴി പ്രവേശനം നടത്തിയത്. ബാക്കിയുള്ള 123 സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ 50% ഈ രീതിയിലും 50% സ്വകാര്യ മാനേജ്മെന്റുകൾ നേരിട്ട് നടത്തുകയും ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്ത് മൊത്തം 7000-ലധികം BSc നഴ്സിംഗ് പ്രവേശനമാണ് വീണ്ടും ആശങ്കയുടെ നിഴലിലാകുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ BSc നഴ്സിംഗ് പഠിക്കുന്ന കർണാടകത്തിലെ പ്രവേശനം CET വഴി നടത്തുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ നീറ്റ് 2023-ന്റെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും BSc നഴ്സിംഗ് പ്രവേശനം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി മറൈൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 10-ന്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർവകലാശാലയായ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 18 വരെ. imu.edu.in എന്ന വെബ്സൈറ്റിലാണ് പ്രവേശന പരീക്ഷയ്ക്കായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്.
കേരളത്തിലെ സെന്ററുകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ അടക്കം 86 കേന്ദ്രങ്ങൾ. കൗൺസിലിംഗ് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 ക്ലാസുകൾ തുടങ്ങും. IMU-ന് മുംബൈ, കൊൽക്കത്ത, വിശാഖപട്ടണം, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിൽ ക്യാമ്പസുകളുണ്ട്. സയൻസ് വിദ്യാഭ്യാസവും ഗവേഷണവും സമന്വയിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തിരുവനന്തപുരം, ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് ഐസറുകൾ സ്ഥാപിച്ചു. ശാസ്ത്രത്തിലെ ഗവേഷണത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഐസറുകളുടെ ലക്ഷ്യം. 2022-ലും 23-നും +2 ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്ക് ഐസർ പ്രവേശനത്തിനായി 3 ചാനലുകളിൽ കൂടി അപേക്ഷകൾ സമർപ്പിക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, JEE അഡ്വാൻസ്ഡിന്റെ റാങ്ക്, KVPY SA1 എന്നിവയുടെ റാങ്ക് ആയിരിക്കും യോഗ്യതാ മാനദണ്ഡം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 17-ന് രാജ്യവ്യാപകമായി ഓൺലൈൻ മോഡിൽ നടക്കും. ഏപ്രിൽ 15 മുതൽ മെയ് 25 വരെ ICER-admission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ 15 ചോദ്യങ്ങൾ വീതം 60 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടി വരുന്നത്. ഓരോ സബ്ജക്റ്റുകൾക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് നിലവിൽ ഉണ്ടായിരിക്കുകയില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ് ലക്ഷ്യം വെക്കുന്ന എല്ലാ മലയാളി വിദ്യാർത്ഥികൾക്കുമായി 39 വർഷത്തെ പരിശീലന പാരമ്പര്യമുള്ള ബ്രില്യന്റ് ഒരു ബിഗ് മാസ്റ്റർ പ്ലാനുമായി എത്തുകയാണ്. എന്താണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ബ്രില്യന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ എന്നറിയണ്ടേ? ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരിശീലിച്ച് വിജയം നേടിയ ബ്രില്യന്റിന്റെ സ്വന്തം ലേണിംഗ് ആപ്പിലേക്കുള്ള ആക്സസ് സൗജന്യമായി എല്ലാ മലയാളി വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ചെയ്തു നൽകുന്നു. സോ എല്ലാവരും ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. യെസ്, ഇനിയുള്ള ദിവസങ്ങളിലെ നീറ്റ് ആസ്പിരൻസ് തയ്യാറെടുക്കേണ്ടത് ഓൾ യൂണിറ്റ്സ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തും ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഉത്തരങ്ങളെ പരിഹരിച്ചുമായിരിക്കണം. നീറ്റ് 2023 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വിജയത്തിനായി ബ്രില്യന്റ് അനൗൺസ് ചെയ്യുന്ന ഈ മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് വർക്കൗട്ട് ആക്കാൻ ബ്രില്യന്റ് ടീം തയ്യാറെടുത്തിരിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രില്യന്റ് ലേണിംഗ് ആപ്പിലേക്ക് സൗജന്യമായ ആക്സസ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇനി മുതൽ കാണുവാൻ പോകുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള നിരവധി ചോദ്യങ്ങളാണ്. കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈനായി യഥാർത്ഥ നീറ്റ് എക്സാം എഴുതാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും, അതായത് നീറ്റ് എക്സാമിന്റെ തലേ ദിവസം വരെ വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു സ്ട്രാറ്റജിക് മൂവാണ് ബ്രില്യന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ആഴ്ചയിൽ 4 ദിവസങ്ങളിലാണ് എക്സാം നടക്കുക. അതിന്റെ തൊട്ടടുത്ത ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. ആരും മിസ്സാക്കാതെ ഉടൻ തന്നെ ബ്രില്യന്റിന്റെ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാവുക. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET 2023 എക്സാം സിറ്റി ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. ഓൺലൈൻ പരീക്ഷ മെയ് 21 മുതൽ 31 വരെ. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശന നടപടികൾ മെയ് 20 മുതൽ. CUET-യുടെ നോർമലൈസ്ഡ് സ്കോർ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രവേശനം. കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിലൂടെയായിരിക്കും പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക. മെഡിക്കലിനും എഞ്ചിനീയറിംഗും അല്ലാതെ സയൻസ് വിഷയങ്ങളിൽ പഠനത്തിനും ഉപരിപഠനത്തിനും ഗവേഷണത്തിനും തൽപരരായ ധാരാളം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഈ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ സാധ്യതകളാണ് IISc ബാംഗ്ലൂരിലെ 4 വർഷ BS പ്രോഗ്രാമുകൾ. സ്വന്തമായി പ്രവേശന പരീക്ഷ നടത്താതെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രവേശന പരീക്ഷകളുടെയും റാങ്കിൽ നിന്നാണ് IISc ബാംഗ്ലൂരിലെ ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നത്. നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, KVPY SA1 റാങ്ക് എന്നിവയിലൂടെ ആയിരിക്കും admissions.iisc.ac.in എന്ന വെബ്സൈറ്റ് വഴി മെയ് 31-നകം ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം 3 ദിവസത്തിനകം ഓൾ ഇന്ത്യ റാങ്ക് IISc ബാംഗ്ലൂർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ഒരു കുട്ടിക്ക് ഒന്നിലധികം പ്രവേശന പരീക്ഷകളുടെ റാങ്കുകൾ ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ ഉൾക്കൊള്ളിക്കുവാനും സാധിക്കും. 2023 വെല്ലൂർ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം റിസൾട്ട് പ്രഖ്യാപിച്ചു. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ ആഷിഖ് സ്റ്റനി ഓൾ ഇന്ത്യ റാങ്ക് 4 കരസ്ഥമാക്കി.
VITയുടെ റാങ്ക് അനുസരിച്ച് വെല്ലൂർ, ചെന്നൈ, ഭോപ്പാൽ, അമരാവതി എന്നീ ക്യാമ്പസുകളിലേക്ക് കുട്ടികൾക്ക് ഓൺലൈൻ കൗൺസിലിംഗിൽ പങ്കെടുക്കാം. വെബ്സൈറ്റ് vit.ac.in. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.